കമ്മിറ്റി റിപ്പോർട്ടിനെ അങ്ങനെയങ്ങ് തള്ളിക്കളയാനൊക്കില്ല. റിപ്പോർട്ടിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കോച്ചുള്ളതായി നടിമാർ മൊഴി നൽകിയിട്ടുണ്ട്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നുവെന്ന് ഒന്നിലധികം നടിമാർ മൊഴി നൽകിയിട്ടുമുണ്ട്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവർക്ക് അവസരമുണ്ടാകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ചതാണ് ഹേമ കമ്മീഷൻ. സിനിമാ രംഗത്ത് പുറമേയുള്ള തിളക്കം മാത്രമാണുള്ളതെന്നും അവസരം ലഭിക്കാൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നെന്ന മൊഴികളും റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മലയാള സിനിമയിലാണ് മേൽക്കായ്മ നിലനിൽക്കുന്നത്. നടന്മാർ വാതിൽ മുട്ടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആലിംഗന സീൻ ചിത്രീകരിക്കാൻ 17 റീടേക്കുകൾ വരെ എടുത്തെന്നും സിനിമാ സൈറ്റുകളിൽ സ്ത്രീകൾക്ക് പ്രാഥമിക സൗകര്യങ്ങളില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. സഹിക്കാൻ തയ്യാറാകുന്ന നടിമാർ അറിയപ്പെടുന്നത് കോഡ് പേരുകളിലാണ്. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമുണ്ട്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരുമുണ്ട്. ക്രിമിനലുകളാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നതെന്നൊക്കെയാണ് നടിമാർ മൊഴി നൽകിയിരിക്കുന്നത്. വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. അവസരം നഷ്ടപ്പെടുന്നതിനൊപ്പം വ്യക്തിഹത്യയുമുണ്ടാകും. പരാതി പറഞ്ഞാൽ കുടുംബക്കാരെ ഭീഷണിപ്പെടുത്തും. നായികമാർ ഒഴികെയുള്ളവർക്ക് കാരവാൻ ഇല്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ 55-56 പേജുകളിലാണ് നടുക്കുന്ന വിവരങ്ങളുള്ളത്. 51 പേരാണ് ഇതുവരെ മൊഴി നൽകിയത്. പലതരത്തിലുള്ള ഇടനിലക്കാർ സൈറ്റുകളിലുണ്ടെന്ന് മൊഴി നൽകിയവരുമുണ്ട്. മേഖലയിൽ അടിമുടി സ്ത്രീ വിരുദ്ധതയുണ്ട്. നടിമാരുടെ മുറിയുടെ വാതിലിൽ മുട്ടുന്നത് പതിവ് തന്നെയാണ്. നടിമാർ മാത്രമല്ല, രക്ഷിതാക്കളും ബന്ധുക്കളും വഴങ്ങേണ്ടി വരുന്നുവെന്നും മൊഴി നൽകിയവരുമുണ്ട്. പേടിയോടെയാണ് നടിമാർ മൊഴി നൽകിയത്. വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടലോടെയാണ് ജനം ഇതിനെ സമീപിക്കുന്നത്.